നമസ്കാരം. കഴിഞ്ഞ 3 വർഷമായി ഭാരതത്തിൽ പാർലമെന്റിന്റെ സമ്മേളനം ആരംഭിക്കുമ്പോഴെല്ലാം വിദേശത്ത് നിന്ന് ചില റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. അത് ഭാരതത്തിന്റെ സാമ്പത്തിക സാമൂഹിക അടിത്തറയെ ലക്ഷ്യമാക്കി ഉള്ളത് തന്നെയാണ്. വിദേശത്ത് നിന്ന് പണം മുടക്കി നടത്തുന്ന ചിട്ടയായ ഇന്ത്യ വിരുദ്ധ ക്യാമ്പയിനിന്റെ ഭാഗമാണ് ഇതെന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന കള്ള പ്രചാരണങ്ങളാണ് ഇതൊക്കെയെന്ന് ബി അടിവരയിട്ട് പറയുന്ന കാര്യം തന്നെയാണ്. പ്രതിപക്ഷ പാർട്ടികൾ അതിന്റെ താളത്തിൽ ചേർന്ന് പാർലമെന്റിൽ ബഹളം ഉണ്ടാക്കാൻ തുടങ്ങുന്നത് സങ്കടകരവും അതിലുപരി ആശങ്കാജനകവുമാണ്. കാരണം നമ്മൾ ഓരോരുത്തരും ഭാരതീയരാണ് എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. പാർലമെന്റ് സമ്മേളനങ്ങൾ നടക്കുന്ന വേളയിൽ ഇന്ത്യ വിരുദ്ധ റിപ്പോർട്ടുകൾ വരുന്നതിന് പിന്നിലെ രഹസ്യം എന്താണ് എന്ന് അറിയേണ്ടത് അത്യാവശ്യമായ കാര്യം തന്നെയാണ്. ഞാനിപ്പോൾ കുറച്ച് തീയതികൾ പറയാം. നിങ്ങൾക്ക് തന്നെ അത് കേട്ടതിന് ശേഷം എന്താണ് നടക്കുന്നത് എന്ന് സ്വയം ചിന്തിച്ചാൽ മനസ്സിലാകും. അരിയാഹാരം കഴിക്കുന്ന ഏതൊരാൾക്കും അത് മനസ്സിലാകുക തന്നെ ചെയ്യും. അത്രയ്ക്കും സിമ്പിൾ ആണ് കാര്യങ്ങൾ. ആദ്യം തന്നെ പെഗാസസ് റിപ്പോർട്ട് വന്നത് 2021 ജൂലൈ 18-നാണ്. മൺസൂൺ സെഷൻ നടക്കുന്നത് 19 ജൂലൈയിലാണ് 2021. രണ്ടാമത്തത് ഹിൻഡൻബർഗ് റിപ്പോർട്ട് വന്നത് 2023 ജനുവരി 24-നാണ്. ബജറ്റ് സെഷൻ നടക്കുന്നതോ 2023 ജനുവരി 31-ന്. വെറും 7 ദിവസത്തെ വ്യത്യാസം മാത്രം. BBC ഡോക്യുമെന്ററി ഇന്ത്യ മോദി ചോദ്യം ആദ്യത്തെ എപ്പിസോഡ് സംപ്രേഷണം ചെയ്തത് 2023 ജനുവരി 17-നാണ്. രണ്ടാമത്തെ എപ്പിസോഡ് ജനുവരി 24-ന്. പാർലമെന്റ് സമ്മേളനം നടക്കുന്നത് 31 ജനുവരിക്കാണ്. മണിപ്പൂർ വീഡിയോ റിലീസ് ചെയ്യുന്നത് 2023 ജൂലൈ 19-ന്. മൺസൂൺ സെഷൻ നടക്കുന്നത് 20 ജൂലൈയില്. സെബി മേധാവിയെ കുറിച്ചുള്ള റിപ്പോർട്ട് വരുന്നത് 2024 ഓഗസ്റ്റ് 10-നാണ്. മൺസൂൺ സെഷൻ നടക്കുന്നത് 2024 ഓഗസ്റ്റിൽ തന്നെയാണ്. ഇന്ത്യൻ കോർപ്പറേറ്റ് അദാനിക്കും നിരവധി സംസ്ഥാന സർക്കാരുകൾക്കുമെതിരെയുള്ള US കോടതി നടപടികൾ വരുന്നത് 2024 നവംബർ 20-ന്. 2024 നവംബർ 25-ന് 5 ദിവസം കഴിയുമ്പോഴേക്കും പാർലമെന്റ് സമ്മേളനം. പാർലമെന്റ് സെക്ഷൻ ആരംഭിക്കുന്നതിന് മുന്നോടിയായി സ്ഥിരമായി വിദേശത്ത് നിന്ന് വരുന്ന ഈ റിപ്പോർട്ടുകൾ, അതിനെ തുടർന്ന് വിപണിയിൽ ഉണ്ടാകുന്ന ചാഞ്ചാട്ടവും പാർലമെന്റിലെ പ്രതിപക്ഷങ്ങളുടെ ബഹളവും ഇവയൊക്കെ കൂട്ടി വായിക്കുമ്പോൾ ഈ റിപ്പോർട്ടുകൾ യാദർശികമാണോ അതോ ഭാരതത്തെ തകർക്കാനുള്ള ക്ഷുദ്ര ജീവികളുടെ ബുദ്ധിപൂർവമായുള്ള നീക്കമാണോ എന്ന് അരിയാഹാരം കഴിക്കുന്ന ഏതൊരാൾക്കും മനസ്സിലാക്കുക. മോദിയെ തകർക്കണം എന്ന ഉദ്ദേശത്തിൽ നമ്മുടെ രാജ്യത്തിന് തന്നെ ഭീഷണി ഉണ്ടാകുന്ന തരത്തിൽ പ്രവർത്തിക്കുന്നത് തീർത്തും അപലപനീയം തന്നെയാണ്. ഇതിനെതിരെ BJPയുടെ സമ്പദ് പത്ര ആഞ്ഞടിച്ചിട്ടുണ്ട്. US ശതകോടീശ്വരൻ ജോർജ് സൊറോസും അയാളുടെ ഓപ്പൺ സൊസൈറ്റി ഫൗണ്ടേഷൻ ധനസഹായം നൽകുന്ന OCCRPയുമായി പ്രതിപക്ഷ നേതാവ് രാഹുൽ അപകടകരമായ രാജ്യവിരുദ്ധ കൂട്ടുകെട്ട് ഉണ്ടാക്കിയിരിക്കുകയാണ് എന്ന് BJP നേതാവ് സംബിത് പാത്ത് തുറന്നടിക്കുക തന്നെയാണ്. പാർലമെന്റ് സ്തംഭിപ്പിച്ചും സംബാലിൽ കലാപം ഉണ്ടാക്കാൻ ശ്രമിച്ചും പ്രതിപക്ഷം നടത്തുന്ന നീക്കങ്ങൾ രാജ്യത്തെ അസ്ഥിരപ്പെടുത്താൻ ഇക്കൂട്ടരുണ്ടാക്കിയ ധാരണയുടെ ഭാഗം തന്നെയാണ് എന്ന് വിദേശ ഏജൻസിയായ ഓർഗനൈസ്ഡ് ക്രൈം ആൻഡ് കറപ്ഷൻ റിപ്പോർട്ട് പ്രോജക്റ്റ് ആണ് രാഹുലിനെ നയിക്കുന്നതെന്ന്. അവർക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ രാഹുൽ കരയും, രാഹുൽ കരഞ്ഞാൽ OCCRPക്കുന്നു. അവർ രണ്ട് ശരീരവും ഒരു ആത്മാവുമാണ് എന്നും സൊറോസും രാഹുലും ഒന്നാണ് എന്നും രാജ്യ താല്പര്യങ്ങളെ ഹനിക്കുകയാണ് ഇവരുടെ ലക്ഷ്യമെന്നും ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവിനെ രാജ്യദ്രോഹി എന്ന് വിളിക്കാൻ സമ്പദ് പാത്രയ്ക്ക് മടിയില്ല എന്നും അദ്ദേഹം ആഞ്ഞടിച്ച് പറയുക തന്നെയാണ്.